ജനാധിപത്യത്തിന്റെ ഒരു വല്ലാത്തൊരു വീർപ്പോടും നെടുവീർപ്പാണ് ആരോട് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ഒരു മറുപടി പറയാൻ അവസരം കൊടുക്കും. പറയട്ടെ പാവം. അരുൺ പാറക്കൽ സപ്തഭാഷാ സംഗമ ഭൂമിയിൽ നിന്നും അരുൺ പാറക്കൽ വിവരങ്ങൾ ചേരുന്നുണ്ട്. സപ്തഭാഷാ സംഗമ ഭൂമി സംഗമ ഭൂമിയിൽ നിന്ന് അരുൺ പാറക്കൽ. പാറക്കലേ വരി 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 വരി. ഈ പാറകൾ കുറെ ഉണ്ടല്ലോ, മുമ്പ് നേരത്തെ ഒരു പാറ ഓക്കെ കാവും പാറ അല്ലേ? റെഡി റെഡി പറയും. എസ് കെ ഹാഷ്മി വിജയകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ്. ഗവൺമെന്റ് കോളേജിലെ സ്റ്റോർ റൂം തുറന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 8 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്കുള്ള വോട്ടെണ്ണലായിരിക്കും ഇവിടെ നടക്കുക. എന്തായാലും വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോഴും 3 മുന്നണികളുമുള്ളത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചാണ് കാസർഗോഡ് ജില്ലയിൽ വലിയ ആശങ്കയുള്ളത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ തന്നെ ബലാബലത്തിലായിരുന്നു. LDF-ന് 7 സീറ്റും UDF-ന് 7 സീറ്റും സ്വതന്ത്രനൊന്നും NDA-ക്കൊന്നും എന്നിങ്ങനെയായിരുന്നു 2020 തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ മൊഗ്രാൽ ഈ പുത്തിക ഡിവിഷൻ, അത് NDA-യിൽ നിന്ന് LDF തിരിച്ചു പിടിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും LDF-ന് ഭരണം നിലനിർത്താൻ സാധിക്കുള്ളൂ എന്നാണ് ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ പാലക്കാട് ഒരു തിരക്ക് കാണുന്നുണ്ട്. ഏജന്റുമാരുടെയും സ്ഥാനാർത്ഥികളുടെയും മുന്നണി പ്രവോയ്യോ ഇത് വലിയ തിരക്ക്. രാവിലെ തന്നെ വലിയ ആൾക്കൂട്ടം. ആളുകളെ കയറ്റിവിടുന്നതിൽ എന്തോ നിയന്ത്രണം. അല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യല്ലോ, ഈ സ്ക്രീൻ മൊത്തം മറത്തി മൊത്തം ആൾക്കാരെ കാണിച്ചു കൊടുത്തല്ലോ. പറക്കട്ടെ പറക്കട്ടെ, ഫുള്ള് സ്ക്രീനിലും കാണിച്ചു ആൾക്കാരെ കയറ്റി വിടുന്നില്ലെന്ന് എന്തോ കേൾക്കുന്നുണ്ട്. ആൾക്കാരുടെ മുഖത്ത് ഉത്കണ്ഠാഭരിതമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പറഞ്ഞോലൊന്നും അത്രയില്ല. ലാൽ എന്നാ പറ്റി, എന്നാ പ്രശ്നം അവിടെ? സാധാരണഗതിയിൽ 8 മണിക്ക് മുന്നേ തന്നെ ഏജന്റുമാരടക്കമുള്ള ആളുകളെ അകത്തേക്ക് കയറ്റി വിടേണ്ടതാണ്. സ്ഥാനാർത്ഥികളടക്കമുള്ള ആളുകൾ അകത്തേക്ക് കയറി പോകേണ്ടതാണ്. നഗരസഭയ്ക്ക് മുന്നിലാണ് നമ്മൾ ഈ തിരക്ക് കാണുന്നത്. പക്ഷേ ഇന്ന് അത് പൂർണ്ണമായും നടന്നിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അകത്ത് അറേഞ്ച്മെന്റിന് ശേഷം വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. ആളുകളെ നിയന്ത്രിച്ച് നിർത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല പരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന താമസമുണ്ട്. ചേട്ടാ, ഏജന്റാണ്, അകത്തേക്ക് കയറാൻ എന്തെങ്കിലും താമസമുണ്ടോ നിലവിലൂടെ? ഇല്ല, അത് ഓരോ സെക്ഷനായിട്ടാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിലാണ് നമ്മൾ പോകുന്നത്. സാധാരണഗതിയിൽ ഈ സമയത്തോടു കൂടി തന്നെ നിങ്ങളെല്ലാവരും അകത്തേക്ക് എത്തേണ്ടത്? ഇല്ല, അത് എങ്ങനെ സെറ്റ് ചെയ്തില്ല പറഞ്ഞാൽ പിന്നീട് ഒരുപാട് ഇപ്പം തന്നെ കാണാം, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് പോകുമ്പോഴാണ് അത് കുറച്ചും കൂടി സുതാര്യമായിട്ട് നടക്കുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. 8 മണിക്ക് ഗേറ്റ് അടയ്ക്കുന്നതാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഗേറ്റ് ഓപ്പൺ ആണ് തന്നെ ഇപ്പോൾ 8 മണിക്ക് ശേഷമാണ്. 8 മണിക്ക് കൗണ്ടിങ് തുടങ്ങേണ്ടതാണ് ഇത്. അപ്പോൾ അതിന് മുമ്പ് ആൾക്കാരകത്ത് കയറേണ്ടതല്ല. കഴിഞ്ഞ തവണയൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. പറഞ്ഞ സമയത്തിന് തന്നെ എല്ലാം ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓടിപ്പാഞ്ഞ് എത്തുമ്പോൾ 7:30 മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നുള്ള അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 8 മണിയായിട്ടും അകത്തേക്ക് തന്നെ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് വളരെ സിമ്പിളായി ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഏജന്റുമാരെ അകത്തേക്ക് വിടുന്ന പ്രക്രിയ. കാലങ്ങളായി പാലക്കാട് നഗരസഭയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതിരുന്നതാണ്. അതിനെ പോലീസ് ആരോക്ക് അധികാരമുള്ള കാര്യങ്ങളിലടക്കം പോലീസ് കൈകടത്തുന്നു. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടാവില്ല. മറിച്ച് ഇത് പ്രക്രിയ വളരെ 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 എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. അതായത് അവർ പറഞ്ഞ പ്രശ്നം ഇത് തന്നെയാണ്. അതായത് നേരത്തെ 7:30 തന്നെ എല്ലാവരെയും അകത്തേക്ക് കയറ്റി ഗേറ്റ് അടയ്ക്കേണ്ടതാണ്. അങ്ങനെ തന്നെയാണ് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ 8 മണിയോട് കൂടിയാണ് ഈ പ്രക്രിയക്ക് 5 മിനിറ്റ് മാത്രം ബാക്കി. only 5 minutes ബാക്കി. ജർമ്മനിയിൽ ഒരു വിജയഗാഥ അനീഷ് പറയുന്നു. ജർമ്മനിയിൽ ഞാൻ അലാം വെച്ച് വെളുപ്പിന് 3 മണിക്ക് എണീറ്റിരുന്ന് ഇത് കണ്ടോണ്ടിരിക്കുക. ജർമ്മനി നമ്മളവിടെ മലയാളി സുഹൃത്തുക്കളൊക്കെ സുഖമായിരിക്കുന്നല്ലോ, അവരെല്ലാം വിളിച്ചു വരുത്തു. നമ്മൾ ഈ സംപ്രേഷണം കാണും. പ്രേക്ഷകരെ 8 മണിയാക്കാൻ ഹാഷ്മി പറയുന്നത് 4 മിനിറ്റ്. നമ്മുടെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവത്തിന്റെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും കുറച്ചുപേർക്ക് ഉന്മാദം, കണ്ണീരും ഉന്മാദവും കണ്ണീരും ഖിനാവും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. 4 മിനിറ്റ് ഇല്ല, 3 മിനിറ്റ് 15 സെക്കൻഡും.
3 മിനിറ്റ് 13 സെക്കൻഡ് ബാക്കിയുള്ളത്. 3 മിനിറ്റ് 12 സെക്കൻഡ് ബാക്കിയുള്ളത്. പ്രേക്ഷകർക്ക് യൂട്യൂബിലൂടെ നമ്മുടെ ടെലികാസ്റ്റിൽ വേറൊരു തരത്തിൽ പങ്കാളികളാകാം. അവരവരുടെ പഞ്ചായത്തിലെ വാർഡിലെയൊക്കെ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ഒന്നിച്ചല്ലേ ജേർണലിസം, നമ്മളെ പത്രപ്രവർത്തനം മാധ്യമപ്രവർത്തനം ഒന്നിച്ചാണ്. അപ്പൊ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. പ്രിയപ്പെട്ട വടകര മടപ്പള്ളി കോളേജിൽ സ്ട്രോങ് റൂം തുറന്നില്ല. തുറന്നില്ല, ചോദിക്കാം. ആനയെ മുഴങ്ങുന്നു വലിയൊരു അലാറമാണോ? അരുണോദയത്തിൽ താനേ മുഴങ്ങും വലിയൊരു അലാറം. വടകര വളവിൽ 60 നത്തിന് കണ്ണത്ര എന്ന് ചോദ്യമുണ്ട്. വേറെ സാധനം വടകര മടപ്പള്ളി. അയ്യോ 3 മിനിറ്റ് എവിടെ തുറന്നു? തുറക്കാത്ത മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ഏജന്റുമാരെയും സ്ഥാനാർത്ഥികളെയും കയറ്റിവിടാത്തതിൽ പ്രതിഷേധം വടകര ഉണ്ട്. വടകര എന്തോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. ഒരു പഞ്ചായത്തിന്റെ എനിക്കൊന്ന് പോസ്റ്റൽ ഔട്ടാണോ എന്നറിയില്ല, ഒരു LDF ഒരു സീറ്റ് ലഭിച്ചതായിട്ട് ഒരു വിവരം വരുന്നുണ്ട്. 14 ആന്തൂരടക്കമുള്ള അവിടെ എതിരാളികളില്ലാതെ LDF ജയിച്ച പശ്ചാത്തലം ഉണ്ട്, സാഹചര്യം ഉണ്ട്. അതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളം കാണാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കട്ടൻ റൈസർ. 2 മിനിറ്റ് ബാക്കിയുള്ള പണികളൊക്കെ നിർത്തിവെക്കുക. അതെ, നിർത്തിവെക്കുക. ഒറ്റ പണിയുള്ളൂ. നാട്ടുകാർക്ക് പണി കൊടുക്കരുത്, മിണ്ടാതിരിക്കുക. ഒറ്റ പണി. കട്ടൻ ചായ, പരിപ്പോട, ഈ പറഞ്ഞ കുറച്ച് കപ്പലണ്ടി, കപ്പലണ്ടി, കടലപ്പൊരി, അതൊക്കെ പണ്ട് 58. ഇനി ഒരേ ഒരു മിനിറ്റ് ഇനിയിപ്പോ 58 മിനിറ്റും 64 സെക്കൻഡോ, സോറി 1 മിനിറ്റും ഏതാണ്ട് 64 സെക്കൻഡുമായി. അപ്പൊ ആ സെക്കൻഡ് കുറഞ്ഞു വരികയാണ്. ഇനിയിപ്പോ 7:59 ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഏതാനും മിനിറ്റുകൾ മാത്രമേ അവിടെ, 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ കാര്യങ്ങളും സെറ്റാണ്. പല പഞ്ചായത്തുകൾ ഇപ്പോൾ 1200 വോട്ടർമാരിൽ താഴെയുള്ള പല പഞ്ചായത്തുകൾ ഒരുപക്ഷെ ഒരൊറ്റ EVM എണ്ണി കഴിയുമ്പോൾ തന്നെ ആ റിസൾട്ട് പുറത്തേക്ക് വരികയാണ്. എന്തായാലും എന്തും സംഭവിക്കാം. ഒരേ ഒരു മിനിറ്റ്. ചില ഭാഗ്യവാനും ഭാഗ്യവതികളും ഉണ്ട്. അവർ എതിരില്ലാതെ ജയിച്ചുണ്ട്. ചില സീറ്റുകളൊക്കെ ഉണ്ട്. അവർക്ക് സ്റ്റോർ റൂം തുറക്കുന്നു, സ്ട്രോങ് റൂം തുറക്കുന്നു, ഒന്നും ഇലക്ഷൻ നടന്നിട്ടില്ല. ഒരു 50 സെക്കൻഡ് ദൂരെ നിൽക്കുന്നവർ ചേച്ചിക്കൂടെ വിളിക്കേ. ഇത് നമ്മൾ മീൻ മാർക്കറ്റിൽ വിളിക്കുന്നില്ല പറഞ്ഞാലും കുഴപ്പമില്ല. എല്ലാവരും വരും. കാരണം എന്താ അറിയോ, ഇത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ ഉത്സവമാക്കി നമ്മൾ മാറ്റുന്നു. ഈ കൗണ്ടിംഗ് ഡേയിൽ, ഈ വോട്ടെണ്ണൽ ദിനം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇതിഹാസമുള്ള ഒരു ദിവസം തന്നെയായിരിക്കും. ആര് തിരഞ്ഞെടുക്കപ്പെട്ടാലും ജനാധിപത്യത്തിന് ഏറ്റവും വലിയ സൗന്ദര്യമായിരിക്കും പ്രകടിപ്പിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന മാത്രമല്ല, ഒറ്റ സ്ക്രീനിൽ ഗോൾഡൻ സ്ക്രീൻ നിങ്ങൾക്ക് തോന്നിയാൽ 15 സെക്കൻഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.